അപ്പോൾ അതുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഇന്നിങ്ങനെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ സിനിമയുടെ സക്സസ് ആഘോഷിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു കൂടെ നിൽക്കാൻ പറ്റുന്നതൊക്കെ വലിയ സന്തോഷമായി കാണുന്നു. ഇതിൻ്റെ സംവിധായകൻ ഇത് നിർമ്മിച്ച കൂട്ടായ്മ എല്ലാവരെയും അഭിനയിക്കുന്നു. ഒരുപാട് സന്തോഷം ഇതോടെ നിൽക്കാൻ സാധിച്ചു. താങ്ക് യു. ഞാൻ മലയാള സിനിമയിൽ വന്നിട്ടിപ്പോൾ 25 വർഷമായി. 25 വർഷം കഴിഞ്ഞിട്ടും സിനിമയുടെ ഭാഗമായി മലയാള സിനിമയിൽ നിൽക്കാൻ പറ്റുകയെന്നത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമാണ്. എന്നെ സ്നേഹിച്ച ഓരോരുത്തരെയും ഞാൻ ചെയ്ത ഓരോ പടങ്ങളിലും സംവിധായകരെ ആർട്ടിസ്റ്റിനൊക്കെ സപ്പോർട്ട് കൊണ്ടാണ്. I would rather speak in Tamil. Thank you everyone for coming here. Actually, உண்மையான சக்ஸஸ் மீட் இப்போ நிறைய படங்களுக்கு வெள்ளிக்கிழமை சாயங்காலத்தில் சக்ஸஸ் மீட் சொல்லுவாங்க, இல்லை திங்கக்கிழமை சக்ஸஸ் மீட் வைப்பாங்க. நான் ஒரு 5 மாதம் வெயிட் பண்ணி சக்ஸஸ் மீட் வச்சுருந்தாலும் உண்மையிலே ஹியூஜ் சக்ஸஸ் ரெஸ்டாரண்ட்ஸ் ஆல் காமெடிஸ் அண்ட் ப்ராஃபிட்டபிள் ப்ரொடியூசர்ஸாக நாங்கள் இருக்கோம். இதுக்கு கண்டிப்பாக அவங்க எல்லாருக்குமே நாங்கள் தேங்க்ஸ் சொல்லணும். വേദിയിലേക്ക് ഇഷ്ടമായിട്ട് എത്തിച്ചേർന്ന ജോലി സാർ ഒരിക്കൽ കൂടി ബുദ്ധിമുട്ടിക്കുകയാണ്. സാർ സ്റ്റേജിലേക്ക് വരാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ക്ഷണിച്ചോളുന്നു. റിക്വസ്റ്റ് ചെയ്യണം. എഡിറ്റർ ശ്രീ സുരേഷ് ക്ഷണിക്കുന്നു. ശ്രീ സുരേഷ് ക്ഷണിച്ചോളുന്നു. അടക്കം ആർട്ടിസ്റ്റ് എല്ലാവരുടെയും ഒരു കൂട്ടായ ശ്രമമാണ് ഈ പടത്തിൻ്റെ വിജയത്തിന് കാരണമായത്. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയുന്നതാണ്, സിനിമ ഒരു കൂട്ടായ്മയുടെ ഒരു വിജയം, അല്ലെങ്കിൽ കൂട്ടായ്മയുടെ ഒരു എന്താ പറയുന്നതിനെ പ്രൊഡക്റ്റാണ് സിനിമ. യുവതാരം ഗണപതി പൊതുവാൾ വേദിയിലേക്ക് നല്ലൊരു കണ്ടുപിടിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇല്ലോടെ താമസിച്ചാൽ വന്നു ഷീൽഡെത്തി. വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്താ പറയുക, ഇത് എപ്പോഴും നടക്കുന്നൊരു പരിപാടിയല്ല. നമുക്ക് എപ്പോഴും കിട്ടുന്നൊരു സൗഭാഗ്യമല്ല ഇങ്ങനെ ഒരു സക്സസ് മീറ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ പടം ചിലപ്പോൾ സക്സസ് ആയാൽ പോലും ചിലവർ മറന്നോ അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചിട്ട് ചില സെലിബ്രേഷൻസ് ഇങ്ങനത്തെ ഒരു ഷീൽഡ് തരാൻ മറക്കാറുണ്ട്. ഗണപതി ഗണപതി പറഞ്ഞ പോലെ തന്നെ എല്ലാ പോയിന്റും പറഞ്ഞു. ഒത്തിരി സന്തോഷം ഇങ്ങനെ ഒരു വേദിയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന കാരണം എളുപ്പമല്ലാത്ത സിനിമ ഇപ്പം വിജയിച്ചിട്ടാന്ന് പറയുന്നത്. അതിന് നമ്മൾ തുടക്കത്തിൽ അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല. പിന്നെ ഒരു ദിവസം വരുമ്പോൾ നല്ല രീതിയിൽ റെസ്പോൺസും കാര്യങ്ങളായിട്ട് നമ്മുടെ ഈ കുഞ്ഞു സിനിമ വലിയൊരു സിനിമയായിട്ട് മാറിയിരിക്കുകയാണ്. ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഒരുപാട് നാളത്തെ സ്ട്രഗിൾ, ഒരുപാട് നാളത്തെ യാത്രകളൊക്കെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഹലോ, ഒരുപാട് സന്തോഷം. എന്താ പറയേണ്ടതില്ല. ആദ്യമായിട്ട് വിജയ് ചേട്ടനോട് നന്ദി പറയുന്നു. കാരണം ഇത്രയും വലിയൊരു പടത്തിൽ ഇത്രയും ത്രൂട്ടായിട്ട് വരുന്നൊരു വേഷം എൻ്റെ കയ്യിൽ തന്നതിന് ഒരുപാട് നന്ദി. അതുപോലെ തന്നെ ശ്രീ ചേട്ടനോടും സുധീഷ് ചേട്ടനോടും കാർത്തി സാറിനോടും എല്ലാവർക്കും നന്ദി പറയുന്നു. ഹായ്, എനിക്ക് എന്താ പറയുന്നതെന്ന് അറിയില്ല. ഞാൻ ഇവരൊക്കെ പറയാനായിട്ട് ഞാൻ ഞെട്ടിച്ചിരിക്കാം. എന്തായാലും ഞാൻ ഈ സക്സസ് മീറ്റ് ഞാൻ കുറേ കാലമായിട്ട് ഇവരോട് ചോദിച്ചോണ്ടിരിക്കുക, പ്ലീസ് വെക്കി എന്നുള്ള. കാരണം എല്ലാവരും ഇതുപോലെ ഓരോ നല്ല സക്സസ് ആയിട്ടുള്ള ഫിലിം ഇങ്ങനെ ആഘോഷിക്കുന്നു. എനിക്കും അങ്ങനെ ആഘോഷിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് ഫൈനലി താങ്ക് യു സുജിത്തേട്ടാ. ഹായ്, നമസ്കാരം. ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കാൻ പറ്റിയതിൽ, ഇങ്ങനെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ. ആദ്യം നന്ദി സുധീഷ് ചേട്ടൻ, സാർ, കപിൽ സാർ, എല്ലാവരും നന്ദി. ഞാനൊരു നിർമ്മാതാവ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു ഡയറക്ടറുടെ വിജയമാണ്, ഡയറക്ടറുടെ ടീമിൻ്റെ വിജയമാണ്. പിന്നെ ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റുകളും തീർച്ചയായിട്ടും ഗണപതി ആയിക്കോട്ടെ,
ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, അപ്പോൾ അവർക്കെല്ലാം എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. Thank you very much, sir. It's a wonderful meeting. Thank you. അടുത്തതായി ശ്രീ വാരു ജോസ്.